മക്കളെ, നമ്മൾ 2025 ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2022 ചെയ്യാം. ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. കറക്റ്റ് പരീക്ഷ എഴുതുന്ന പോലെ എല്ലാ സാധനവും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കണേ. ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുക. ഫിസിക്സ് അടിക്കുക. ഇതില് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ ആൻഡ് എ സ്വിച്ച് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. Capacitor is initially fully charged. Capacitor initially fully charged. If switch is closed at t equal to 0, then which of the following figure shows the correct current versus time plot? എന്ന് വെച്ചാൽ നോക്കാം. അവിടെ നമ്മൾ ഒരു ഇൻഡക്ടർ, ഒരു കപ്പാസിറ്റർ, ഒരു സ്വിച്ച്, റെസിസ്റ്റർ. കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആകുമ്പോൾ സ്വിച്ച് ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ ഫുൾ പൊട്ടൻഷ്യലും കപ്പാസിറ്ററിന്റെ അടുത്താണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാക്സിമം. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇൻഡക്ടറിലൂടെ കറണ്ട് ഗ്രോ ചെയ്യാൻ നോക്കും. പക്ഷേ ഇൻഡക്ടർ അതിന് ഒപ്പോസ് ചെയ്യും. പക്ഷെ കപ്പാസിറ്റർ എന്നിട്ടും കറണ്ടിനെ ഗ്രോ ചെയ്യിക്കും. പക്ഷേ കറണ്ട് കുറഞ്ഞു വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഡക്ടറിന്റെ ഒപ്പോസിഷൻ കാരണം. ആദ്യമുള്ള കറണ്ട് ആയിരിക്കുമല്ലോ പിന്നീട് അത് റെസിസ്റ്ററിലൂടെ പോകുമ്പോഴേക്കും കുറച്ച് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും, കറണ്ടും കുറയും. അപ്പം നമുക്ക് ആദ്യം കറണ്ട് കുറഞ്ഞ് ഇങ്ങനെ അടുത്ത പ്രാവശ്യം ഡാമ്പിന്ന പോലെ, കാര്യം ഡാംപ്ഡ് സർക്യൂട്ട് പോലെ, അത് ഡാംപ്ഡ് ഓസിലേഷൻ പോലെ. കറക്റ്റ് ഡാംപ്ഡ് ഓസിലേഷൻ ആണ്, ഓസിലേറ്റർ സർക്യൂട്ട് പോലെയാണ്. അതിൽ കറണ്ടിന്റെ വാല്യൂ പിന്നീട് കുറഞ്ഞു വരും. കാര്യം എന്താ? റെസിസ്റ്ററിലൂടെ ഹീറ്റ് എനർജി ആയിട്ട് ഡെസിപ്പേറ്റ് ചെയ്തു പോകും. അപ്പോൾ ഒരു ഡാംപ്ഡ് ഓസിലേറ്ററിന്റെ പോലത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ ആൻസർ എ ടിക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ: ടു യൂണിഫോംലി ചാർജ്ഡ് കോൺസെൻട്രിക് തിൻ സ്ഫെറിക്കൽ ഷെൽസ് ഓഫ് റേഡിയായി R1 ആൻഡ് R2. ഇവിടെ ഒരു സ്ഫെറിക്കൽ ഷെൽ ഉണ്ട്, അതിന്റെ റേഡിയസ് R1 ആണ്. അതിന്റെ പുറത്ത് മറ്റൊരു സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് R2 അറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V1 ആൻഡ് V2. അപ്പൊ ഇവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ V1 ആണ്, ഇവന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ V2 ആണ്. V1 greater than V2. How does the electrostatic potential vary with distance from the center of the sphere? ഡിസ്റ്റൻസിനനുസരിച്ച് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് മാറുന്നതെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ ഉള്ളിലത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് നോക്കാം. സർഫസ് മുതൽ സെന്റർ മുതൽ ഉള്ളിലുള്ള ഏത് പോയിന്റ്. ഞാൻ ഈ പോയിന്റിനെ സപ്പോസ് എ എന്ന് വിളിച്ചാൽ, പൊട്ടൻഷ്യലായിട്ട് എ എന്ന് പറയുമ്പോൾ അത് ഇന്നർ സ്ഫിയറിന്റെ ഉള്ളിലത്തെ പോയിന്റാ. അപ്പം ഇന്നർ സ്ഫിയറിന്റെ ഉള്ളിലത്തെ പോയിന്റിലെ പൊട്ടൻഷ്യൽ എല്ലാം സർഫസിലെ പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ്, V1. ഔട്ടർ സ്ഫിയറിന്റെയും ഉള്ളിലത്തെ പോയിന്റാ. അപ്പൊ അവിടെയും അകത്തുള്ള എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ സർഫസിലെ പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. അപ്പൊ V1 + V2 അതൊരു കോൺസ്റ്റന്റ് ആണ്. എവിടം വരെ? ഉള്ളിലത്തെ സർഫസ് വരെ. ഓക്കെ, ആ കോൺസ്റ്റന്റ് ആണ്. പിന്നെയോ ഇവിടെ എവിടെയെങ്കിലും എടുത്തു നോക്കുക, അറ്റ് എ ഡിസ്റ്റന്റ് R, ബിയിൽ എടുത്തു നോക്കുക, അറ്റ് എ ഡിസ്റ്റന്റ് R. അവിടെ പൊട്ടൻഷ്യൽ അറ്റ് ബി പറയുമ്പോൾ K 1/4πε0 Q1/R. കാര്യം എന്താ? പുറത്തെ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ചാർജ് സ്ഫിയർ ഈസ് ഇക്വാലന്റ് ടു എ പോയിന്റ് ചാർജ് സിറ്റുവേറ്റഡ് അറ്റ് ദ സെന്റർ എന്നാ പറയാം. അപ്പൊ നമ്മളിപ്പോ പുറത്തെ പോയിന്റിനെ കുറിച്ച് പഠിക്കും. അതായത് ഈ പോയിന്റ് ഉള്ളിലത്തെ സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം പുറത്തെ പോയിന്റ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവന്റെ ചാർജ് മുഴുവനും സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തായിട്ട് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവിടുന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാ? R ആണ്. R അതിന്റെ ചാർജ് Q1 ആണെന്ന് വിചാരിക്കുക. K Q1/R + V2. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കൈൻഡ് ഓഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R പോലെയാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ പറ്റില്ല.
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറയാം. കാര്യം എന്താ പറയുക, 6 കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരണം. കണ്ടില്ല, ഇവിടെ ഡിനോമിനേറ്ററിലാണ് 6 ഉള്ളത്. പൊട്ടൻഷ്യൽ കുറഞ്ഞു വരണം. ഓക്കെ, ഇനിയോ പുറത്തൊരു പോയിന്റ് ആണ് 6 എന്ന് വിചാരിക്കും. സെൻട്രൽ നിന്നുള്ള ദൂരം 6. ഇതാണ് സി. പൊട്ടൻഷ്യൽ അറ്റ് സി അപ്പം എന്തായിരിക്കും? കെ Q1/R1 ഉണ്ടാവും, കെ Q1/R ഉണ്ടാവും, പ്ലസ് കെ Q2/R ഉണ്ടാവും. Q1 എന്ന് പറഞ്ഞാൽ അകത്തുള്ള സർഫസിലെ ചാർജും Q2 എന്ന് പറയുന്നത് പുറത്തുള്ള സർഫസിലെ ചാർജും ഒന്നും ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെയും പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് കുറയും, പക്ഷെ വല്ലാണ്ടങ്ങ് കുറയും. സോ സംതിങ് ലൈക്ക് ദിസ്. അപ്പൊ ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോയാൽ സമാനമായിട്ടുള്ള ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ കഴിയുക വീണ്ടും എ തന്നെയാണ്. ആൻസർ വിൽ ബി എ. ഇനി അടുത്തൊരു എക്സ്പ്ലനേറ്ററി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേഷൻ കുറച്ച് ലെങ്തിയാണ്, ഞാനത് സമയം ലാഭിക്കാൻ വേണ്ടി ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. കൺസിഡർ ദാറ്റ് ഇൻ എ ഫിഷൻ ഓഫ് സിംഗിൾ യുറാനിയം 235 ആറ്റം 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഈസ് റിലീസ്ഡ്. ഒരു യുറാനിയം ആറ്റത്തിൽ നിന്ന് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി റിലീസ് ചെയ്യും. അസ്യൂമിങ് all atoms of uranium undergo fission, which of the following option is the closest estimate of the amount of uranium required for 20,000 unit of TNT explosion? ആ TNT explosionന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഒരു യൂണിറ്റ് TNT explosion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.184 into 10⁻⁴ ജൂളാണ്, 10⁻⁹ ജൂളാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഒരു യൂണിറ്റ് TNT അത്ര എനർജി ആണെങ്കിൽ 20,000 യൂണിറ്റ് TNT എത്ര ജൂളാന്ന് നോക്കാം നമ്മൾ. അത് 20,000 ഇൻറ്റു ഇവിടെ പറഞ്ഞത് 4.184 into 10⁻⁹ ദാറ്റ് മച്ച് ജൂൾ. അത് വരുന്നത് 8.368 into 10⁻13 ജൂൾ എന്നാണ്. ഇത്രയും എനർജിയാണ് പുറത്ത് കിട്ടേണ്ടത്. എനർജി ബൈ 1 ഫിഷൻ, ഒറ്റ ഫിഷൻ കൊണ്ട് എത്ര എനർജി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്? 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വെച്ചാൽ 200 into 10⁻⁶ into 1.6 into 10⁻⁻19 ജൂൾസ് എന്ന് വെച്ചാൽ അത് കിട്ടേണ്ടത് 3.2 into 10⁻⁻11 ജൂൾ എന്നാണ്. അപ്പം ഒരു ഫിഷനിൽ നിന്ന് ഇത്ര എനർജി, മൊത്തം വേണ്ടത് അത്ര എനർജി. സോ നമ്പർ ഓഫ് ഫിഷൻസ് എത്ര ഉണ്ടാവും? നമ്പർ ഓഫ് ഫിഷൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് യുറാനിയം ആറ്റമാണ്. കാര്യം ഓരോ യുറാനിയം ആറ്റം ഓരോ ഫിഷൻ എന്നുള്ള രീതിയിൽ. അതെത്ര കിട്ടും? 8.368 into 10⁻13 divided by 3.2 into 10⁻⁻11. അത് ചെയ്താൽ കിട്ടുന്ന നമ്പർ 2.615 into 10⁻24 atoms of uranium എന്നാണ്. ഓക്കെ, ഇത്രയും യുറാനിയം ആറ്റം വേണം. എന്നാൽ അത് എത്ര മാസാണെന്നാണ് ചോദ്യം. ഇത്രയും യുറാനിയം ആറ്റം നമ്പർ ഓഫ് മോൾസ് എത്രയാന്ന് നോക്കാം. നമ്പർ ഓഫ് മോൾസ്, ഇതിപ്പം നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ കിട്ടിയ. നമ്പർ ഓഫ് മോൾസ് എത്രയാ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു number divided by Avogadro number, which is 2.615 into 10⁻24 divided by 6.02 into 10⁻23. അത് ചെയ്താൽ കിട്ടുന്ന ഏകദേശം 4.32 മോൾസ് എന്നാണ്. നമ്മളോട് എന്താ ചോദിച്ചത്? amount ഓഫ് യുറാനിയ ചോദിച്ചു. ആൻസർ കിടക്കുന്നത് ഗ്രാമിലോ കിലോഗ്രാമിലോ ഒക്കെയാണ്. അപ്പം നമുക്ക് മാസാണ് വേണ്ടത്. ഇനി മാസിന്റെ രൂപത്തിലേക്ക് നമ്പർ ഓഫ് മോൾസിനെ കൺവേർട്ട് ചെയ്യാം. അപ്പം നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം, മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് 4.32 ഈക്വൽ ടു മാസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബൈ മോളാർ മാസ് ഈസ് 235 gram. So mass of uranium required will be 4.32 into 235 gram.
അത് ചെയ്താൽ നിയർലി 1020 gram എന്ന് കിട്ടും. So that will be nearly equal to 1 kilogram. Okay? Yes. അപ്പോൾ ആൻസർ സി ആണ്. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. അടുത്ത്, a particle move with finite velocity and acceleration. ഒരു പാർട്ടിക്കിളിന് ഒരു വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. Velocity of the particle is perpendicular to its acceleration. അപ്പം velocity perpendicular to acceleration എന്ന് പറഞ്ഞാൽ വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ഫോഴ്സ് ആയിരിക്കൂലേ? ഓക്കെ, വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ഫോഴ്സ് ആയിരിക്കും. കാര്യം ആക്സിലറേഷൻ്റെ ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉണ്ടാവുക. ഇനി നമ്മളോട് ചോദിച്ചാൽ ആക്സിലറേഷൻ 0 ആണ്, ഇത് എപ്പോഴാണ് സംഭവിക്കാന്ന്? ആക്സിലറേഷൻ 0 ആവണമെന്നില്ല. ശരിക്കും നമുക്ക് അറിയാവുന്ന ഒരു സാധനം കേട്ടാ, സർക്കുലാർ മോഷൻ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. യൂണിഫോം സർക്കുലാർ മോഷനിൽ ആക്സിലറേഷൻ സെൻട്രിപിറ്റലാണ്, വെലോസിറ്റി ടാൻജൻഷ്യലാണ്. ഇത് വെച്ച് നോക്കിയാൽ മതി. അവിടെ ആക്സിലറേഷൻ 0 ആണോ? അല്ല. ആംഗുലാർ മൊമെന്റം ഇസ് കൺസേർവ്ഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലീനിയർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്, നിർബന്ധമില്ല. കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്, അതിന് പോസിബിലിറ്റി ഉണ്ട്, ധാരാളമാണ്. കാര്യം എന്താ അറിയോ? വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ഫോഴ്സ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് പെർപെൻഡിക്കുലർ ടു ഫോഴ്സ് ആണ്. കാര്യം വെലോസിറ്റിന്റെ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. അപ്പം വർക്ക് ഡൺ എന്താ നമ്മൾ പഠിച്ചത്? വർക്ക് ഡൺ ഈസ് എഫ് ഡോട്ട് എസ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 0. വർക്ക് ഈക്വൽ ടു 0 മീൻസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. So kinetic energy is conserved is the best option that we can take. The figure in the option shows the photoelectric current of the photoelectric material versus the wavelength of the incident light beam. The light beam can have different intensities I1, I2, I3. Okay. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിഫറെന്റ് ഇന്റൻസിറ്റീസിൽ I1, I2, I3 ഉണ്ട്. അതിൽ I1 ആണ് I2നേക്കാൾ കൂടുതൽ I3നേക്കാൾ. നമുക്ക് വേണ്ടത് കറണ്ടും വേവ് ലെങ്ത്തും തമ്മിലുള്ള ഗ്രാഫ്. കറണ്ടും വേവ് ലെങ്ത്തും ഇത് നമ്മളെ പറ്റിക്കുന്ന ശരിക്കും. എന്താണ് അറിയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ സാച്ചുറേഷൻ വാല്യൂ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി, ഡിപ്പെൻഡ് ഓൺലി ഓൺ ഇന്റൻസിറ്റി. അപ്പം കറണ്ടിന് ജെ എന്നാ പറഞ്ഞത് കേട്ടോ, ജെ. അപ്പൊ കറണ്ട് ഫ്രീക്വൻസിയോട് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ വേവ് ലെങ്ത്തിനോട് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇന്റൻസിറ്റിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. I1 ആണ് ഏറ്റവും വലുത്. അപ്പൊ സാച്ചുറേഷൻ കറണ്ട് വിൽ ബി മാക്സിമം ഫോർ I1. I2 ആണ് പിന്നെ ചെറുത്, നെക്സ്റ്റ് I2. ഏറ്റവും ചെറുത് I3 ആണ്, നെക്സ്റ്റ് I3. സോ ദ ഓൺലി പോസിബിൾ ആൻസർ ഈസ് ദിസ് I1, I2, I3. So option will be D. കണ്ടില്ല, I1 ആണ് ഏറ്റവും വലുത്. അപ്പൊ കറണ്ട് ഏറ്റവും വലുത് I1-നാണ്. I2 എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി ആണ് രണ്ടാമത്. കറക്റ്റ് ആണ്. അടുത്ത് കമ്പാരിറ്റീവ്ലി കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. A projectile is thrown with initial velocity v0 at an angle 60 degree with respect to the horizontal plane. Now let theta t be the angle that the velocity vector of projectile subtend with horizontal plane at an instant of time t. Okay? The minimum of d by dt of theta is minus alpha g, where alpha is a positive constant and g is acceleration due to gravity.
വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് V0? ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൊജക്ടൈൽ മോഷൻ ഉണ്ട്. ആ പ്രൊജക്ടൈൽ മോഷനെ V0 വെലോസിറ്റിയിൽ 60 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്തു. ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ t സമയം കൊണ്ടുണ്ടാക്കിയ ആംഗിളാണ് തീറ്റ. അവിടുത്തെ വെലോസിറ്റി. Theta t is the angle that the velocity vector of the projectile subtend with horizontal plane. ശരി. അപ്പൊ ആ വെലോസിറ്റി V ആണെന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? Vx ഉണ്ടാവും, Vy ഉണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്നത് എന്താ? V0 cos 60. cos 60 എന്ന് പറഞ്ഞാൽ 1/2, സോ V0/2. ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത് എന്താ? V0 sin 60. sin 60 എന്ന് വെച്ചാൽ √3/2. സോ ഇറ്റ് ഈസ് √3/2 V0. ഇതായിരുന്നു ഇവന്റെ ഇനീഷ്യൽ വെലോസിറ്റികൾ. ഓക്കെ, ഇത് V0 cos 60 ആണ്, ഇത് V0 sin 60 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ടാൻ തീറ്റ, നമുക്ക് തീറ്റേന്റെ ഡിഫറൻഷ്യലൊക്കെ എടുക്കണം. ടാൻ തീറ്റ ഈക്വൽ ടു Vy/Vx. എന്താ Vy? Vy എന്ന് പറഞ്ഞാൽ Uy plus Ayt. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു U sin തീറ്റ, U അല്ല V0 അല്ലെ, V0 sin theta, acceleration is minus gt. Vx എപ്പോഴും V0 cos theta തന്നെയാണ്, അത് മാറൂല. ദാറ്റ് ഈസ് V0/2. അപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു V0 sin theta minus gt ഡിവൈഡഡ് ബൈ V0 cos theta. ശരി, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേറെ പോയിന്റ് എന്നറിയോ? മിനിമം ഓഫ് d/dt ഓഫ് തീറ്റ ടി. അപ്പൊ ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം നമുക്ക് മനസ്സിലായി. അപ്പോഴല്ലേ മിനിമം മാക്സിമം d/dt ഓഫ് തീറ്റ ടി. അപ്പൊ ഇവിടെ ഇതൊരു ടൈമിന്റെ ഫംഗ്ഷനുമാണ്, അവിടെ ടൈം ഉണ്ട്. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. sec² തീറ്റ ഡി തീറ്റ ഈക്വൽ ടു V0 sin തീറ്റ, ഇനീഷ്യൽ വാല്യൂ ആണ്, അത് ചേഞ്ച് ആവില്ല. അല്ലെങ്കിൽ sec² sin theta is equal to dVy/dx അല്ലേ, dVx അല്ലേ, dVy/dVx, d/dt of Vy/Vx അതല്ലേ വേണ്ടേ? വെയിറ്റ്, ടൈം കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ sec² തീറ്റ d θ/dt ഈക്വൽ ടു d/dt of Vy/Vx. അല്ലെങ്കിൽ Vx കോൺസ്റ്റന്റ് ആണ്, ഒരിക്കലും മാറുന്നില്ല. So it is 1/Vx dVy/dt. Vy എന്താ? V0 sin theta minus gt. അപ്പോ dVy/dt എന്ന് പറഞ്ഞാൽ മൈനസ് ജി എന്ന് വരിക. റെഡി? മൈനസ് ജി എന്ന് വരിക. അപ്പം നമുക്ക് എന്ത് കിട്ടി? sec² തീറ്റ d θ/dt ഈക്വൽ ടു 1/Vx. 1/Vx is V0/2 into minus g. So d θ/dt equal to 2 അങ്ങ് മേലെ പോകും into minus g by V0 sec² തീറ്റ. sec² തീറ്റ. ഇവിടെ sec തീറ്റ എന്താ? നമ്മൾ ആ ട്രയാങ്കിളിലേക്ക് തിരിച്ചു പോയാൽ Vx-ഉം Vy ഉണ്ട്. അപ്പൊ ഇത് √(Vx² + Vy² ആണ് അല്ലേ? പൈത്തഗോറസ് തിയറം. അപ്പം sec² തീറ്റ എന്താ വരിക? sec² തീറ്റ എന്ന് പറഞ്ഞാൽ കോസിന്റെ ഓപ്പോസിറ്റ്, കോസിന്റെ ഇൻവേഴ്സ്. അപ്പം ഹൈപ്പോട്ന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് √(Vx² + Vy² the whole square divided by Vx². That is equal to Vx² plus Vy² by Vx². ഈ Vx² plus Vy² അല്ലേ V², അപ്പോഴുള്ള വെലോസിറ്റി ഡിവൈഡഡ് ബൈ Vx². റൈറ്റ്? അപ്പം d θ/dt ഈക്വൽ ടു -2g divided by E0 into V² divided by Vx². ആ ഡിവൈഡഡ് ബൈ മേലെ പോകും. ഇതെപ്പോഴാണ് മിനിമം ആവുക? d θ/dt മിനിമം ആവുക, θ/dt മിനിമം ആവുക
മാക്സിമം ഹൈറ്റിലാണ്. ഡി ടി മിനിമം ആവുക മാക്സിമം ഹൈറ്റിലാണ്. ഡി തീറ്റ ബൈ ഡി ടി ഈസ് മിനിമം അറ്റ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൽ വി എന്ന് പറഞ്ഞാൽ എന്താ? V0 കോസ് തീറ്റ. ഇവിടെ ഡി തീറ്റ ബൈ ഡി ടിയുടെ വാല്യൂ തന്നിരിക്കുന്നത് മൈനസ് ആൽഫ ജി എന്നാണ്. സോ ഡി തീറ്റ ബൈ ഡി ടി മിനിമം ഈക്വൽ ടു -2g Vx സ്ക്വയർ ഡിവൈഡഡ് ബൈ വി സ്ക്വയറിന് പകരം ചോട്ടിൽ V0 ഉണ്ട്. വി സ്ക്വയറിന് പകരം നമുക്ക് Vx സ്ക്വയർ എന്ന് തന്നെ എഴുതാം. -2g Vx സ്ക്വയർ ബൈ വി സ്ക്വയർ. അത് Vx സ്ക്വയർ തന്നെയാവും. റെഡി? അപ്പൊ അത് വെട്ടിപ്പോയി. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് മിനിമം വാല്യൂ ഓഫ് ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ മൈനസ് ആൽഫ ജി എന്നാണ്. അപ്പൊ മൈനസ് ആൽഫ ജി ഈക്വൽ ടു -2g ബൈ V0. അപ്പൊ ജിയും ജിയും വെട്ടി, മൈനസും മൈനസും പോയി. നമ്മളോട് ചോദിച്ചെന്താ? V0 ആണ്. V0 ഈക്വൽ ടു 2 ബൈ ആൽഫ. ഈക്വൽ ടു 2 ബൈ ആൽഫ. ഉണ്ടോ? ഉണ്ടല്ലോ. ഡി, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A point charge Q is placed at the center of conducting grounded cubic shell. ഇത് ശരിക്കും ആളെ പറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. What is the electrostatic potential V at a distance x which is greater than √3/2a from the point charge along the body diagonal of the cube? എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഒരു ക്യൂബ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, ഒരു ക്യൂബിന്റെ സൈഡ് എ ആണെങ്കിൽ ഫേസ് ഡയഗണൽ √2a ആണ്, ബോഡി ഡയഗണൽ √3a ആണ്. അപ്പൊ സെന്ററിൽ നിന്ന് ബോഡി ഡയഗണൽ എന്ന് പറയുമ്പോൾ അതായത് അത് √3/2a ആണ്. കാരണം √3 ആണ് ഡയഗണൽ. അതിന്റെ പാതി അതിന്റെയും അപ്പുറത്താണ് ആരുള്ളത് എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ആണ് പോയിന്റ് ഉള്ളതെന്ന് അർത്ഥം. പോയിന്റ് ഉള്ളത് അതിന്റെയും പുറത്താണ്, എന്നുവെച്ചാൽ ഇതിന്റെ ഉള്ളിലല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കണം എന്താ അറിയാ, ഇവന് ചാർജൊക്കെ ഉണ്ട്, പക്ഷെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രൗണ്ട് ചെയ്യുമ്പോ പൊട്ടൻഷ്യൽ എന്താണ്? എപ്പോഴും 0 ആണ്. ഗ്രൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ 0 ആവുക എന്നാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇനി ചാർജ് കൊടുക്കുമ്പോൾ ഇപ്പൊ നെഗറ്റീവ് ചാർജ് അകത്ത് ഇൻഡ്യൂസ് ചെയ്യും. ഇവിടെയാണ് ചാർജ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ക്യൂ കൊടുക്കുമ്പോൾ ഇന്നർ സർഫസിൽ നെഗറ്റീവ് ക്യൂ, ഔട്ടർ സർഫസിൽ പോസിറ്റീവ് ക്യൂ. ആ പോസിറ്റീവ് ക്യൂവിനെ എർത്ത് ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ നെറ്റ് ചാർജ് വിൽ ബിക്കം 0. എൻക്ലോസ്ഡ് ചാർജ് വിൽ ബിക്കം 0. ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിലും അതെ, ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊട്ടൻഷ്യൽ 0 ആണ്. പിന്നെ ആലോചിക്കാനൊന്നുമില്ല. അപ്പൊ അതിൽ 0 എന്ന് പറഞ്ഞൊരു ഉത്തരം ഉണ്ടെങ്കിൽ അതാണ് ഉത്തരം. യെസ്, 0 ഉണ്ട്. ഇത് ഡാംപ്ഡ് ഓസിലേഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 damped harmonic oscillators of damping constant gamma1 and gamma2 are oscillating with same frequency. Frequency രണ്ടാകും സെയിം ആണ്. The displacement of the oscillation at time t greater than 0 are equal to x1t and x2t. രണ്ട് ഡാംപ്ഡ് ഓസിലേഷനിൽ ടി സമയത്തെ ഡിസ്പ്ലേസ്മെന്റ് x1t x2t ആണ്. x1 0 x2 0 സെയിം ആണ്. എന്ന് വെച്ചാൽ ഇനീഷ്യലി രണ്ടാളുടെയും ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്. ആൻഡ് ആ ഒരു R എന്ന് പറയുന്ന റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. അത് x1t ബൈ x2t ആണ്. അങ്ങനെയാണ് താഴെ കാണിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ആദ്യം ഡാംപ്ഡ് ഓസിലേഷൻസിന്റെ ഇക്വേഷൻ x ഈക്വൽ ടു x0 e raised to minus gamma t cos omega t. അപ്പൊ അതില് x10 ഈക്വൽ ടു x20 രണ്ടും സെയിം ആണ്. x10 x20 സെയിം ആണ്.
അപ്പം നമുക്ക് x1t ഇക്വേഷൻ വരും. ടി സമയത്തെ ഒരാളുടെ ഓസിലേഷൻ ഇക്വേഷൻ എന്താ വരിക? x0 e raised to മൈനസ് ഗാമ 1t, ടിക്ക് പകരം ക്യാപിറ്റൽ ടി, കോസ് ഒമേഗ ടി. x2t എന്താ വരിക? x0 e raised to മൈനസ് ഗാമ 2t കോസ് ഒമേഗ ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ റേഷ്യോ ആണ് ആർ. ഇവരുടെ റേഷ്യോ ആണ് ആർ. അതെന്താ വരിക? x0 വെട്ടി പോകും, കോസൊമേഗ ടി വെട്ടി പോകും. അവസാനം വരിക ഇ റേസ് ടു മൈനസ് ഗാമ 1t ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് ഗാമ 2t എന്ന് വരും. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ഗാമ 1t പ്ലസ്, അല്ലെങ്കിൽ ഗാമ 1t ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ 2t എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഗാമ 1t പ്ലസ് ഗാമ 2t എന്ന് വരും. ദാറ്റ് വിൽ ബി, ഇത് പ്ലസ് ആവും മേലേക്ക് കൊണ്ടുവരുമ്പോഴേ, ദാറ്റ് വിൽ ബി ഇ റേസ് ടു നെഗറ്റീവ് ഓഫ് ഗാമ 1t മൈനസ് ഗാമ 2t എന്നാവും. ഇതാണ് ആർ. ഇ റേസ് ടു ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ നാച്ചുറൽ ലോഗരിതം എടുത്താൽ കാര്യം ഉത്തരത്തിലും ചോദ്യത്തിലും എൽ എൻ ആർ എന്ന് കാണുന്നത് കാണാം. അപ്പൊ നമുക്ക് തോന്നണം ലോഗരിതം എടുക്കാൻ. എൽ എൻ ആർ ഈക്വൽ ടു മൈനസ് ഓഫ് ടി ഇൻറ്റു ഗാമ 1 മൈനസ് ഗാമ 2. So gamma 1 minus gamma 2 equal to minus ln r by t. Minus ln r by t. Minus ln r by t. Andalo option A. Any two spherical conductors A and B of radii A and 2A. ഒരു സ്ഫെറിക്കൽ കണ്ടക്ടർ ഉണ്ട്, അവന്റെ റേഡിയസ് എ ആണ്. വേറൊരു സ്ഫെറിക്കൽ കണ്ടക്ടർ ഉണ്ട്, അവന്റെ റേഡിയസ് 2a ആണ്. ഇവന്റെ കയ്യിൽ മൈനസ് ക്യൂ ചാർജ് ഉണ്ട്, ഇവന്റെ കയ്യിൽ പ്ലസ് 2q ചാർജ് ഉണ്ട്. മൈനസ് ക്യൂ ആൻഡ് പ്ലസ് 2q ചാർജസ് റെസ്പെക്റ്റീവ്ലി. ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. അവർ തമ്മിൽ അടുത്ത് കുറച്ചു നേരം തൊട്ട് നിന്നു. And eventually move apart. അപ്പൊ കുറച്ചു നേരം തൊട്ട് നിന്നു, ഇതാണ് രണ്ട് ചാർജുകൾ. കുറച്ചു നേരം തൊട്ട് നിന്നാൽ ടോട്ടൽ ചാർജ് എത്രയാവും? നെഗറ്റീവും പോസിറ്റീവും കൂടി ആഡ് ചെയ്യപ്പെടും. അപ്പൊ നെഗറ്റീവ് ക്യൂ പ്ലസ് 2q വിൽ ബി ക്യൂ. അപ്പൊ ഇപ്പൊ ടോട്ടൽ സിസ്റ്റത്തിന്റെ കയ്യിൽ എത്ര ചാർജേ ഉള്ളൂ? ക്യൂ എന്ന് പറഞ്ഞ ചാർജേ ഉള്ളൂ. ഇനി ഇവരെ എന്ത് ചെയ്താൽ, ഇവരെ ഇനി അകറ്റിയാൽ ഇവർ രണ്ടിലും ഉണ്ടാവുന്ന ചാർജ്, സപ്പോസ് ഇറ്റ് ഈസ് Q1 ഡാഷ്, അടുത്തത് Q2 ഡാഷ് ആണെന്ന് വിചാരിക്കുക. എപ്പം വരെയാണ് ചാർജ് ഷെയർ ചെയ്യുക? ചാർജ് ഷെയർ ചെയ്യുക രണ്ടാളുടെയും സർഫസിലെ പൊട്ടൻഷ്യൽ ഈക്വൽ ആകും വരെയാണ്. അപ്പം അവരെ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാളുടെയും സർഫസിലെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പൊ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? KQ/R. സേ KQ1 ഡാഷ് ബൈ A will be equal to K Q2 dash by 2A. K വെട്ടിപ്പോയി. നമ്മളോട് ചോദിച്ചത് അവരുടെ ചാർജസിന്റെ റേഷ്യോ ആണ്. Q1 dash by Q2 dash equal to A by 2A equal to 1 by 2. A by 2A equal to 1 by 2. അങ്ങനെ ഉണ്ടോ? നോക്കാം. ഉണ്ടല്ലോ. B. ഓക്കെ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ടു പാർട്ടിക്കിൾസ് A and B of mass m and 2m respectively. അപ്പൊ എക്ക് മാസ് ഉണ്ട്. The acceleration of the particle A is A
and the relative acceleration of particle B with respect to particle A is B. What is the acceleration of the center of mass of the system of these two particles? അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസിന്റെ ആക്സലേഷൻ ആണ്. നമുക്കറിയാവുന്ന ആക്സലേഷൻ ആണ്. ആക്സലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ m1a1 പ്ലസ് m2a2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 നമ്മൾ പഠിച്ച. ഇവിടെയാണെങ്കിൽ എം ഒരാളുടെ മാസ് എം ആണ്, എന്റെ മാസ് എം ആണ്, ആക്സലേഷൻ എ ആണ്. ബിന്റെ മാസ് 2m ആണ്, ആക്സലേഷൻ നമുക്ക് അറിയില്ല. ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് എ ഡാഷ്. അപ്പൊ എം എ പ്ലസ് എം എ ഡാഷ് എന്നുണ്ട്, എ ബി എന്നായിക്കോട്ടെ, പ്ലസ് 2m എ ബി ഡിവൈഡഡ് ബൈ എം പ്ലസ് 2m. ഞാൻ ആദ്യം ഒന്ന് പാളി നോക്കിയതേ, ചോട്ടിൽ എന്തായാലും 3 വരിക, ഒരു നമ്മളെക്കാളും മിടുക്കന്മാര്, ഒരെല്ലാത്തിലും 3 കിട്ടും. അപ്പൊ ആണ് അറിയുക. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് എന്താ പറഞ്ഞറിയോ, ആക്സിലറേഷൻ ഓഫ് പാർട്ടിക്കിൾ ബി വിത്ത് റെസ്പെക്ട് ടു എ, അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബി എന്ന്. മനസ്സിലായില്ലേ? അത് ശരിക്കും എന്താ, ആക്സിലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഓഫ് ബി മൈനസ് ആക്സിലറേഷൻ ഓഫ് എ ആണ് ബി. അപ്പൊ ആക്സിലറേഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ആക്സിലറേഷൻ ഓഫ് എ എന്നാണ്. അതായത് ബി പ്ലസ് എ, ആക്സിലറേഷൻ ഓഫ് എനെ നമ്മൾ എ എന്നാ വിളിച്ചത്. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എം എ പ്ലസ് 2m into acceleration of B is a plus b divided by 3m. ഇതിൽ m എല്ലാത്തിലും വെട്ടിപ്പോവും, പിന്നെ ബാക്കി ഉണ്ടാവുക a plus 2a plus 2b by 3 എന്നാണ്. That will be 3a plus b by 3. 3a plus b, 3a plus 2b, sorry, 3a plus 2b by 3. 3a plus 2b by 3. അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ടല്ലോ, വെക്ടർ 3a plus 2b by 3, ഓപ്ഷൻ ബി. അടുത്തത്, a liquid of density rho in a container weighs W. ഓക്കെ, ഒരു കണ്ടെയ്നറിൽ റോ ഡെൻസിറ്റിയുള്ള ഒരു ലിക്വിഡിന് W വെയിറ്റ് ഉണ്ട്. ക്യൂബിക് ബ്ലോക്ക് ഓഫ് സൈഡ് L ആൻഡ് ഡെൻസിറ്റി റോ ബി ഗ്രേറ്റർ ദാൻ റോ. എന്നുവെച്ചാൽ കൂടുതൽ ഡെൻസർ ആയ എന്തോ ഒരു സാധനത്തിന്റെ L ലെങ്ത് ഉള്ള ക്യൂബ് അതിൽ മുക്കി വെച്ചിരിക്കുകയാണ്. is tied to a string and is completely submerged into the liquid. If g is the acceleration due to gravity, what is the new weight of the composite system as registered by weighing machine below? കൊള്ളാം. ഇത് ഒരു നല്ല രസമുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഗെയിൻ ഓഫ് വെയിറ്റ് എന്നാ പറയാ. ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ബി ഈക്വൽ ടു ഗെയിൻ ഓഫ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് എന്നാണ്. നമുക്കറിയാലോ, ഒരു ബോഡീനെ ഒരു ലിക്വിഡിൽ വെച്ച് തൂക്കുമ്പോൾ ആ ബോഡിക്ക് ലോസ് ഓഫ് വെയിറ്റ് ഉണ്ടാവും. എന്തുകൊണ്ടുണ്ടാവുന്നത്? അപ്ത്രസ്റ്റ് ഉണ്ടാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞെന്താ വെച്ചാല്, ഒരു പാത്രത്തില് റോ ഡെൻസിറ്റി ഉള്ള ഒരു ലിക്വിഡ് ഉണ്ട്. ഓക്കെ, അതിന് നമ്മളൊരു വെയിങ് മെഷീന്റെ മേലെ വെച്ചു, അവനവിടെ W വെയിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ലിക്വിഡിന്റെ ആക്ച്വൽ വെയിറ്റ് W ആണ്. അപ്പൊ എന്താക്കിയെന്ന് വെച്ചാൽ, അസമയത്ത് നമ്മള് ഒരു ബ്ലോക്കിനെ, ആ ബ്ലോക്കിന്റെ ഡെൻസിറ്റി ലിക്വിഡിന്റെ ഡെൻസിറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് എന്താ വെച്ചെന്ന് വെച്ചാൽ, അവൻ ലൈക്ക് പൊങ്ങിക്കിടക്കൂല, ഉള്ളിലേക്ക് മുങ്ങിപ്പോകും. അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദർ വിൽ ബി അപ്ത്രസ്റ്റ്. എത്രയാണ് അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് എത്ര ഉണ്ടാവും? അപ്ത്രസ്റ്റ് വിൽ ബി വോളിയം ഓഫ് ദ സോളിഡ്
into density of the liquid into G. ഇത്രയാണ് അപ്ത്രസ്റ്റ് ഉണ്ടാവുക. അപ്ത്രസ്റ്റ് ഒരു ഫോഴ്സ് അല്ലേ? അപ്പൊ അതേ സമയം തന്നെ അപ്ത്രസ്റ്റ് എത്രയാണോ അത്രയും ഡൗൺ ത്രസ്റ്റ് ഉണ്ടാവും. ആ ഡൗൺ ത്രസ്റ്റ് ഈ ലിക്വിഡിന്റെ വെയിറ്റിനെ കൂട്ടും. എന്നുവെച്ചാൽ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ബോഡി വിൽ ബി ഈക്വൽ ടു ഗെയിൻ ഓഫ് വെയിറ്റ് ഓഫ് ലിക്വിഡ് എന്നാ പറയാം. അപ്പൊ പുതിയ വെയിറ്റ് ഡബ്ല്യു ഡാഷ് നേരത്തെ ഉണ്ടായിരുന്ന ഡബ്ല്യുവിന്റെ കൂടെ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സോളിഡും കൂടെ ആഡ് ചെയ്യണം. ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സോളിഡ്. കാര്യം ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സോളിഡ് എപ്പോഴും ഗെയിൻ ഓഫ് വെയിറ്റ് ഓഫ് ലിക്വിഡ് ആണ്. അതെന്താ? വോളിയം ഓഫ് സോളിഡ് ഈസ് L ക്യൂബ് റോ G. നോക്കാം എങ്ങനെ ഉത്തരണ്ടോ നോക്കാം. ഉണ്ടല്ലോ D. ഇനി 12. A mirror of height h is kept 12 distance away from a building of height h. നോക്കാലോ. An observer stand midway between the building and the mirror. Okay. What is the minimum value of h required for the observer to be able to see the image on the entire building in the mirror? ശരി, സംഭവം എന്താ വെച്ചാല് ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട് h. സ്ഥലം കിട്ടും എഴുതാൻ. h ഹൈറ്റ് ഉണ്ട്. അവിടുന്ന് 12 ദൂരത്തില് ഒരു മിററിനെ വെച്ചിരിക്കുകയാണ്. മിറർ ഓഫ് ഹൈറ്റ് h is kept 12 distance away from the building of height h. ശരി, 12 ഡിസ്റ്റൻസ് അകലത്തിൽ ഒരു കണ്ണാടി വെച്ചിരിക്കുകയാണ്. ആ കണ്ണാടിന്റെ ഹൈറ്റ് h ആണ്, സ്മോൾ h. പ്ലെയിൻ മിറർ ആണ്. വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് h required for an observer to be able to see the image of the entire building in the mirror? അത് ശരി, ആളെവിടെ നിൽക്കണേ? ആള് നിൽക്കുന്നത് നടുക്കാണ്, ഒത്ത നടുവില്. അപ്പൊ ഇതല്ല്. ഇയാൾക്ക് എന്ത് വേണമെന്ന് വെച്ചാല് ഇയാൾക്ക് ഈ കണ്ണാടിയിൽ ഈ കെട്ടിടത്തിന് ചുമര് മുഴുവൻ കാണാം, അല്ലെങ്കിൽ ബിൽഡിംഗ് മുഴുവൻ കാണാം. അതിനെന്താ വേണ്ടത്? ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലെ നിന്ന് വരുന്ന ലൈറ്റ് റിഫ്ലക്ഷന് ശേഷം ഇയാളുടെ കണ്ണിൽ വന്ന് വീണം. ഓക്കെ, ബാക്കിയെല്ലാം പിന്നെ കണ്ടോളൂല്ലോ. ഇനി നമുക്കറിയാലോ, കണ്ണാടിയില് പ്ലെയിൻ മിററിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പൊ ഇമേജ് ഇവിടെ ഇങ്ങനെ ആയിരിക്കും കാണുക. മനസ്സിലായില്ലേ? എങ്ങനെയാണ്? ഇങ്ങനെ കാണാം. റൈറ്റ്. അപ്പൊ ഇതും എന്തായിരിക്കണം? h ആയിരിക്കണം. ഈ ദൂരം 2l ആണ്. കാര്യം എന്താ? പ്ലെയിൻ മിററിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം ആണ്. നമുക്ക് ഈ ആംഗിളിനെ തീറ്റ എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് രണ്ട് ഐഡന്റിക്കൽ ട്രയാങ്കിൾസ് കിട്ടി. ഒന്ന് ഈ ട്രയാങ്കിള്, രണ്ട് ഈ ട്രയാങ്കിൾ. കോമൺ ആംഗിൾ ആണ് രണ്ടിന്റെ. അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റും ടാൻ തീറ്റ എന്ന് പറഞ്ഞാല് h ഡിവൈഡഡ് ബൈ 3l ആണ്. റെഡി? ആൻഡ് ടാൻ തീറ്റ ഓൾസോ ഈക്വൽ ടു സ്മോൾ h ഡിവൈഡഡ് ബൈ l ആണ്. അപ്പൊ LHS രണ്ടിന്റെ ഈക്വൽ ആയതുകൊണ്ട് h ഡിവൈഡഡ് ബൈ 3l ഉം സ്മോൾ h ഡിവൈഡഡ് ബൈ l ഉം സെയിം ആണ്. സോ ഹൈറ്റ് ഓഫ് ദി മിറർ വിൽ ബി h by 3. Got it? അപ്പം ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ h by 3 എന്ന് പറഞ്ഞാൽ c ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും അല്ലേ? 1 mole of a monatomic ideal gas at 87 degrees Celsius expands adiabatically to 8 times its initial volume. Consider the gas constant as 8.31 joule per mole per Kelvin.
the final temperature and change in the internal energy of the gas. നോക്കാം. ഇവിടെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാണ്, ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻ ആണ് തന്നത്. അഡിയബാറ്റിക് പ്രോസസ്സാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ അറിയോ? T1 V1 raised to gamma minus 1 equal to T2 V2 raised to gamma minus 1. ഇതിൽ ഗാമ എന്ന് പറഞ്ഞാൽ എത്രയാ? ഐഡിയൽ ഗ്യാസിന്റെ ഗാമ 5/3 ആണ്. അപ്പൊ ഗാമ മൈനസ് 1 എന്ന് പറയുമ്പോൾ 5/3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2/3 എന്നാവും. ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 87 ഡിഗ്രി സെൽഷ്യസ് ആണ്, എന്ന് വെച്ചാൽ അത് 360 കെൽവിൻ ആണ്. അപ്പൊ 360 V raised to 2/3 equal to T2 into 8V raised to 2/3. അപ്പോൾ അതിൽ T2 will be equal to 360 divided by 8 raised to 2/3. ഈ 8 raised to 2/3 എങ്ങനെ എഴുതാം? 8 raised to 2/3നെ 8 raised to 1/3ന്റെ സ്ക്വയർ ആക്കി എഴുതാം. 8 എന്ന് പറഞ്ഞാൽ 2 raised to 3ന്റെ raised to 1/3ന്റെ സ്ക്വയർ ആക്കി എഴുതാം. എന്ന് വെച്ചാൽ അത് 2 സ്ക്വയർ ആവും, അത് 4 ആവും. അപ്പൊ T2 will be equal to 360/4 90 കെൽവിൻ. ഇനി അടുത്ത ചോദിച്ചത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു NCV ഡെൽറ്റ T മോൾസ് 1 ആണ്. CV എന്ന് പറഞ്ഞാൽ F/2R ആണ്, where F stands for number of degrees of freedom. മോണോആറ്റോമിക് ആയതുകൊണ്ട് അത് 3/2 R എന്ന് പറഞ്ഞാൽ 8.31, ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ 90 മൈനസ് 360. അത് ചെയ്താൽ ഫൈനൽ ആൻസർ വിൽ ബി മൈനസ് 3366 റേഞ്ചിലാണ് വരിക. ദാറ്റ് മച്ച് ജൂൾ. അപ്പൊ അങ്ങനെ 90 എത്രയുണ്ട്? 90 2 എത്രയുണ്ട്? 3365. ഓക്കെ, സോ ആ ഓപ്ഷൻ വിൽ ബി A. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു 2 ഒബ്സർവേഴ്സ് A and B, angular momentum of a particle moving with velocity L and -2L respectively. The position of the particle with respect to the observer A and B are RA and RB. Which of the following statement is true എന്നാണ്. അപ്പോൾ 2 പാർട്ടിക്കിൾ ഉണ്ട്. ഒരാളുടെ ആംഗുലാർ മൊമെന്റം L ആണ്, അവന്റെ പൊസിഷൻ വെക്ടർ RA ആണ്, ഒരേ വെലോസിറ്റിയാണ്, രണ്ടാൾക്കും ഒരേ വെലോസിറ്റിയാണ്. അല്ല, ലൈക്ക് പാർട്ടികളെല്ലാം മാറുന്നു, ഒബ്സർവറാണ് മാറുന്നത്. ഒരേ പാർട്ടിക്കിളിനെ കുറിച്ചാണ്. മറ്റേ ആളുടേത് -2L ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്റെ ആംഗുലാർ മൊമെന്റം LA, അത് നമ്മളോട് L ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗുലാർ മൊമെന്റം എന്താ? R ക്രോസ് MB, R ക്രോസ് P, R ക്രോസ് MB. ഇനി ബിയുടെ ആംഗുലാർ മൊമെന്റം -2L ആണ്, അത് RB ക്രോസ് MB. അപ്പൊ ഈ -2L പകരം എന്ത് എഴുതാം? -2 into RA ക്രോസ് MB ഈക്വൽ ടു RB ക്രോസ് MB. അപ്പം അപ്പുറം കൊണ്ടുപോയാൽ RB ക്രോസ് MB പ്ലസ് 2RA ക്രോസ് MB equal to 0. RB plus 2RA cross MB equal to 0. MB ഒരിക്കലും 0 ആവുന്നില്ലല്ലോ. This is never 0.
അപ്പൊ പിന്നെ RA RB ഒന്നും 0 ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സാധനം കിട്ടണമെങ്കിൽ അതിനുള്ള കണ്ടീഷൻ എന്താ? രണ്ട് ആൾക്കാരുടെ ക്രോസ് പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ഈ വെക്ടറിനോട് പാരലൽ ആയിരിക്കണം. വെലോസിറ്റിനോട് RB + 2RA പാരലൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ സൈൻ തീറ്റ 0 ആയിരിക്കണം. അപ്പൊ തീറ്റ 0 ആയിരിക്കണം. അപ്പോഴല്ലേ ക്രോസ് പ്രോഡക്റ്റ് 0 വരിക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ RB + 2RA പാരലൽ ടു MV, direction of motion. 2RA + RB is parallel to path. That is option B. ഈ ക്വസ്റ്റ്യൻ ശരിക്ക് ഒരാളെ പറ്റിക്കണ ജാതി ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഈ ചിത്രത്തില് ഇത് ഞാൻ വരയ്ക്കാം അല്ലേ? വരയ്ക്കേണ്ടി വരും. വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, വരയ്ക്കാം. നമ്മളോട് ചോദിച്ചേ, in the given circuit each of resistor is 1 kilo ohm, capacitor is 4 μF. What is the charge in the capacitor between B and F? ഈ ചോദ്യം കാണുമ്പോൾ നമ്മളെന്തോ വലിയ ആന കാര്യമാണെന്നൊക്കെ തോന്നൂട്ടാ. വലിയ കാര്യമുള്ള കാര്യമൊന്നും ഇതിനകത്തില്ല. എന്താ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു 5 വോൾട്ട് DC കൊടുത്തിരിക്കുന്നത്. DC വോൾട്ടിന് ഒരിക്കലും കപ്പാസിറ്റർ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. നമുക്ക് ഏടില്ല കപ്പാസിറ്റർ റെസിസ്റ്ററുകൾ വരയ്ക്കാം. ഞാൻ ഇതിന്റെ മേലാങ് വരയ്ക്കാം കേട്ടോ. ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്. ഇങ്ങനെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ സൗകര്യം ഉണ്ട് അല്ലേ? നമുക്ക് സൗകര്യം അങ്ങനെ ചെയ്യും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, നിങ്ങള് ഈ കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യില്ല. ഒരു കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യില്ല. ഇപ്പം കണ്ടക്ട് ചെയ്യില്ല. DC കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യില്ല. നമ്മളോട് ചോദിച്ച വാട്ട് ഇസ് ദ ചാർജ് ഇൻ ദ കപ്പാസിറ്റർ ബിറ്റ്വീൻ ദ പോയിന്റ്സ് B and F. ബിന്റെയും എഫിന്റെ ഇടയിലുള്ള ഇവിടുത്തെ കപ്പാസിറ്ററിലെ ചാർജ് എത്രയാണെന്നാ ചോദ്യം. അപ്പൊ അതിന് ആ കപ്പാസിറ്ററിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പം ബിക്കും എഫിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമ്മളെ പ്രശ്നം തീർന്നു. അതിന് കപ്പാസിറ്റി കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമ്മൾ കറണ്ട് പോകുന്ന വഴി ഒന്ന് നോക്കുക. നല്ല രസമുള്ള കൺസെപ്റ്റാ. കറണ്ട് ഇവിടെ ശ്രദ്ധിച്ചോളെ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കല്ലേ പോവാ. ഇങ്ങനെ റെസിസ്റ്ററിലൂടെ പോയി ഇവിടെ എത്തി. ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല. കാര്യം എന്താ? അവിടെ കപ്പാസിറ്ററാ. ഇങ്ങനെ പോയി മേലേക്കും പോവില്ല. കപ്പാസിറ്റർ വെട്ടിയെടുത്തിട്ട് കറണ്ട് പോണ്ട. ഇങ്ങനെ പോയി ഇവിടെ വന്ന് താഴേക്ക് വരാൻ പറ്റില്ല. കപ്പാസിറ്റർ വെട്ടി. ഇങ്ങനെ പോയി താഴേക്ക് വരാൻ പറ്റില്ല. കപ്പാസിറ്റർ വെട്ടി. ഇങ്ങനെ പോയി താഴോട്ട് വരാൻ പറ്റില്ല. കപ്പാസിറ്റർ വെട്ടി. ഇങ്ങനെ പോയി താഴേക്ക് വരാൻ പറ്റില്ല. കപ്പാസിറ്റർ വെട്ടി. ഇങ്ങനെ പോയി. ഒറ്റ കറണ്ടല്ലേ എല്ലാത്തിനും പോണേ. സിംപ്ലി എ സീരീസ് സർക്യൂട്ട് മാൻ. ഇറ്റ്സ് സിംപ്ലി എ സീരീസ് സർക്യൂട്ട്. ഒന്നും കൂടി പറഞ്ഞേട്ടെ. കറണ്ട് ഇങ്ങനെ പോയി ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ 3 ബ്രാഞ്ചാണ് അല്ലേ? ആ 3 ബ്രാഞ്ചിൽ 2 ബ്രാഞ്ചിൽ കപ്പാസിറ്റർ. അങ്ങോട്ട് പോകാൻ പറ്റില്ല. കപ്പാസിറ്റർ ഇൻസുലേറ്ററാ. ഇവിടെ എത്തി നോക്കുമ്പോൾ 2 ബ്രാഞ്ചാ. 2 ബ്രാഞ്ചിൽ 1 കപ്പാസിറ്റർ. അങ്ങോട്ട് പോകില്ല. അപ്പൊ ഇങ്ങനെ ഇവിടെ എത്തിയപ്പോ 2 ബ്രാഞ്ചാ. 1 കപ്പാസിറ്റർ. അങ്ങോട്ട് പോകില്ല. ഇവിടെ എത്തിയപ്പോ 2 ബ്രാഞ്ചാ. 1 കപ്പാസിറ്റർ. അങ്ങോട്ട് പോകില്ല. ഇവിടെ എത്തിയപ്പോ 2 ബ്രാഞ്ചാ. 1 കപ്പാസിറ്റർ. അങ്ങോട്ട് പോകില്ല. 1 കപ്പാസിറ്റർ. അങ്ങോട്ട് പോകില്ല. 1 ബ്രാഞ്ചിൽ കപ്പാസിറ്റർ. അങ്ങോട്ട് പോകില്ല. സീരീസ് റെസിസ്റ്റേഴ്സ് എല്ലാം സീരീസ് അല്ലേ? അപ്പം അങ്ങനത്തെ എത്ര റെസിസ്റ്റർ ഉണ്ട്? ഞാൻ റെസിസ്റ്ററിന്റെ നമ്പർ ഇട്ടു. 1 2 3 4 5 6 8 റെസിസ്റ്റർ ഉണ്ട്.
നമ്മൾ 8 റെസിസ്റ്റർ അങ്ങ് വരയ്ക്കുക ആദ്യം. 1 2 3 4 5 6 7 8. ശരി. അതില് ഒന്നാമത്തെ റെസിസ്റ്റർ കഴിഞ്ഞുള്ള പോയിന്റ് ആണ് Q. രണ്ടാമത്തെ റെസിസ്റ്റർ കഴിയുമ്പോൾ D. മൂന്നാമത്തെ റെസിസ്റ്റർ കഴിയുമ്പോൾ ഒന്നാമത്തെ റെസിസ്റ്റർ Qയും Dയും ഒന്ന് തന്നെയാണ്. സോറി, Qയും Dയും ഒരേ പോയിന്റ് ആട്ടോ. അതാണ് എനിക്ക്. ഓക്കെ, ഒന്നാമത്തെ റെസിസ്റ്റർ കഴിയുമ്പോൾ Q, രണ്ടാമത്തെ റെസിസ്റ്റർ കഴിയുമ്പോൾ H, രണ്ടാമത്തെ റെസിസ്റ്റർ കഴിയുമ്പോൾ H, മൂന്നാമത്തെ റെസിസ്റ്റർ കഴിയുമ്പോൾ E, നാലാമത്തെ റെസിസ്റ്റർ കഴിയുമ്പോൾ F, അഞ്ചാമത്തെ റെസിസ്റ്റർ കഴിയുമ്പോൾ G, ആറാമത്തെ റെസിസ്റ്റർ കഴിയുമ്പോൾ C, ഏഴാമത്തെ റെസിസ്റ്റർ കഴിയുമ്പോൾ B, എട്ടാമത്തെ റെസിസ്റ്റർ കഴിയുമ്പോൾ A. എന്ന് പറഞ്ഞാൽ P തന്നെയാണ്. സർക്യൂട്ട് ക്ലോസ്ഡ് ആയി. എയിൽ നിന്ന് തുടങ്ങി A തന്നെ എത്തി. അടിപൊളി. ഇനി നമ്മളോട് ചോദിച്ച എവിടെയാ ബിന്റെയും എഫിന്റെ ഇടയിൽ അല്ലെ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8 കിലോ. അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? V/R effective 5 volt divided by 8 into 10⁻³ ohm. That is 5/8 into 10⁻³ ampere. ഓക്കെ, കറണ്ട് എല്ലാത്തിനും സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ ബിസിക്ക് അഗെയിൻസ്റ്റ് എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? അല്ല, ബി എഫിന് അഗെയിൻസ്റ്റ് എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എഫ് അവിടെ എത്ര ഉണ്ട്? 3 എണ്ണ ഉള്ളത്. അപ്പൊ 3 കിലോ. ശരി, അപ്പൊ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എഫ്, വിച്ച് ഈസ് ഐ എത്രയാ? 5/8 into 10⁻³ into അവിടുത്തെ റെസിസ്റ്റൻസ് 3 into 10⁻³. So that will be 15/8 volt. നമ്മളോട് ചാർജ് ആ ചോദിച്ചു. ചാർജ് ഈക്വൽ ടു CV. ഓരോന്നിലെയും കപ്പാസിറ്റി പറഞ്ഞിട്ടുള്ളത് 4 μF ആണ്. 4 into 10⁻⁻6 into വോൾട്ടേജ് ഇപ്പൊ എത്ര കിട്ടി? 15/8 വോൾട്ട്. രണ്ടായി. അപ്പം 15/2 7.5 μ കൂളംബ് എന്ന ആൻസർ വരും. അങ്ങനെ ഉണ്ടോ നോക്കാം നമ്മള്. ഉണ്ടല്ലോ, സി. അപ്പൊ ഞാൻ പരീക്ഷ എല്ലാം എഴുതി കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്ത് നോക്കാം. പഠിച്ചോനെ എല്ലാം ശരിയാവണേ. കൺഫേം സബ്മിഷൻ, സബ്മിറ്റ് എക്സാം. നമ്മൾ 15 ക്വസ്റ്റ്യൻ ചെയ്തു. ഇതുപോലെ ഓരോരോ പരീക്ഷയായിട്ട് ചെയ്യുക. നമ്മുടെ ഈ വെബ്സൈറ്റിന് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. See you with next exam question discussion. Right? Bye.